ഒരു കഥ കേട്ടാലോ? അതെ, ഒരു നല്ല കഥ കേൾക്കാം. സർവാഭീഷ്ടവരദായിനിയായി അനന്തപുരിയുടെ തിരുമണ്ണിൽ വാണരുളുന്ന ദേവി, ലക്ഷോപലക്ഷം ജനങ്ങളുടെ ശരണകേന്ദ്രം. ആറ്റുകാലമ്മയെയും അമ്മയ്ക്ക് സമർപ്പിക്കുന്ന പൊങ്കാലയെയും കുറിച്ച് കേൾക്കാത്ത മലയാളികളുണ്ടാകില്ല. സംഘകാല പാരമ്പര്യത്തോളം പഴക്കമുള്ളതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ഐതിഹ്യം. ആ കഥ നമുക്കൊന്ന് കേട്ടാലോ? കുംഭത്തിലെ പൂരം നാളും പൗർണമിയും ചേരുന്ന ദിവസമാണ് ആറ്റുകാലിലെ പൊങ്കാല. ഇതിന് 9 നാൾ മുൻപ് കാർത്തിക നാളിൽ ഇവിടുത്തെ ഉത്സവം ആരംഭിക്കുന്നു. ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതും കണ്ണകി ചരിതം പറയുന്ന തോറ്റമ്പാട്ടിന്റെ അവതരണവും കുത്തിയോട്ടവും പൊങ്കാലയുമൊക്കെയാണ് പ്രധാന ഉത്സവ വിശേഷങ്ങൾ. ആറ്റുകാലമ്മയുടെ കഥ അത് ഇളങ്കോവടികൾ രചിച്ച ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ കഥയാണ്. ക്ഷേത്രഗോപുരത്തിൽ ആ ചരിതം കൊത്തിയിട്ടുണ്ട്. കാവേരി പൂമ്പട്ടണത്തിലെ ധനികനായ യുവവ്യാപാരിയായിരുന്ന കോവലൻ അതിസുന്ദരിയായ കണ്ണകിയെ വിവാഹം ചെയ്തു. ആരെയും അതിശയിപ്പിക്കുന്ന സ്വഭാവ വൈശിഷ്ട്യങ്ങളും സൗന്ദര്യവുമുള്ളവളായിരുന്നു കണ്ണകി. ഇരുവരും സുഖമായി ജീവിക്കവേ കോവലൻ മാധവി എന്നു പേരുള്ള ഒരു നർത്തകിയെ പരിചയപ്പെടുകയുണ്ടായി. അവളിൽ പ്രണയാതുരനായ കോവലന്റെ കഷ്ടകാലം ആരംഭിച്ചു. അവൻ കണ്ണകിയിൽ നിന്നും പൂർണ്ണമായും അകന്നു. തൻ്റെ സമ്പാദ്യം മുഴുവൻ ആ മാധവിക്ക് വേണ്ടി അവൻ ചെലവഴിച്ചു. എന്നാൽ പണമെല്ലാം കോവലനിൽ നിന്നും കൈക്കലാക്കിയപ്പോൾ മാധവി അവനെ നിഷ്കരുണം തെരുവിൽ ഉപേക്ഷിച്ചു. തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ കോവലൻ തികഞ്ഞ കുറ്റബോധത്തോടെ കണ്ണകിയുടെ അരികിൽ വീണ്ടും എത്തിച്ചേർന്നു. എന്നാൽ കണ്ണകി തികഞ്ഞ ഭക്തിയോടെ അയാളെ വീണ്ടും സ്വീകരിക്കുകയാണ് ഉണ്ടായത്. സകലതും നഷ്ടപ്പെട്ട് തകർന്ന മനസ്സോടെ നിലകൊണ്ട കോവലന് അവൾ ധൈര്യം പകർന്നു. എന്തിനും താൻ ഒപ്പമുണ്ടെന്നും തൻ്റെ കയ്യിൽ അവശേഷിക്കുന്ന സമ്പാദ്യമായ ചിലമ്പുകൊണ്ട് വീണ്ടും രക്ഷപ്പെടാനാകുമെന്നും അവൾ കോവലനെ ആശ്വസിപ്പിച്ചു. രത്നങ്ങൾ നിറച്ച ചിലമ്പുകളിലൊന്ന് ഊരി അവൾ കോവലന് നൽകി. അത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് വീണ്ടും വ്യാപാരം ആരംഭിക്കാമെന്ന പ്രതീക്ഷയിൽ ഇരുവരും മധുരയിലേക്ക് യാത്രയായി. പാണ്ഡ്യരാജാവായ നെടുംചെഴിയാനായിരുന്നു അന്ന് മധുര ഭരിച്ചിരുന്നത്. പാണ്ഡ്യരാജ്ഞിയുടെ ചിലമ്പുമായി കാഴ്ചയിൽ വളരെ സാദൃശ്യമുള്ളതായിരുന്നു കണ്ണകിയുടെ ചിലമ്പുകൾ. അവരെത്തിച്ചേർന്ന സമയം തന്നെ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിക്കപ്പെട്ടു. കൊട്ടാരം തട്ടാനായിരുന്നു മോഷ്ടാവ്. പക്ഷേ കഷ്ടമെന്ന് പറയട്ടെ, ഈ തട്ടാന്റെ അരികിലാണ് കോവലൻ തൻ്റെ കൈവശമുണ്ടായിരുന്ന ചിലമ്പ് വിൽക്കാനായി ചെല്ലുന്നത്. ദുഷ്ടനായ തട്ടാൻ അത് രാജ്ഞിയുടെ ചിലമ്പാണെന്ന് രാജാവിനെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കോവലനെ രാജകിങ്കരന്മാർ പിടികൂടുന്നു. കോവലന്റെ വാക്കുകൾ ചെവിക്കൊള്ളാതെ പാണ്ഡ്യരാജാവ് അവന്റെ ശിരച്ഛേദം ചെയ്യുവാൻ ആജ്ഞാപിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കൃത്യം നിർവഹിക്കപ്പെട്ടു. വിവരമറിഞ്ഞ കണ്ണകി കോവലന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കൊട്ടാരത്തിലെത്തി. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒറ്റ ചിലമ്പിനെ അവൾ സദസ്സിലേക്ക് വലിച്ചെറിഞ്ഞു. കോവലൻ വിൽക്കാൻ ശ്രമിച്ചത് തൻ്റെ ചിലമ്പാണെന്നും അതിനുള്ളിൽ രത്നങ്ങളാണെന്നും അവൾ പറഞ്ഞു. കണ്ണകിയുടെ വാക്കുകൾ സത്യമാണോ എന്നറിയാൻ ചിലമ്പുകൾ പൊട്ടിച്ച് പരിശോധിക്കാൻ രാജാവ് ഉത്തരവിട്ടു. രാജ്ഞിയുടെ ചിലമ്പിൽ നിന്നും മുത്തുകളും കണ്ണകിയുടെ ചിലമ്പിൽ നിന്നും രത്നങ്ങളും ചിതറി വീണു. താൻ പ്രവർത്തിച്ച ഘോരാപരാധം മനസ്സിലാക്കിയ രാജാവ് പാപഭാരചിന്തയാൽ തൽക്ഷണം മരിച്ചു വീണത്രേ. എന്നാൽ കോവലനെ നഷ്ടപ്പെട്ട ഭ്രാന്തിയായ കണ്ണകി അടക്കാനാവാത്ത ദുഃഖത്തിലും പ്രതികാര ചിന്തയിലും മുഴുകി.
ആർത്തലച്ച് അവൾ തൻ്റെ ഇടതുമുല പിഴുത മധുരാ നഗരത്തിലേക്ക് എറിഞ്ഞു. ആ നഗരം അഗ്നിയിൽ വെണ്ണീറാകട്ടെ എന്നവൾ ശാപവാക്കുകൾ ചൊരിഞ്ഞു. കണ്ണകിയുടെ പാതിവ്രത്യ ശക്തിയാൽ ആ വാക്കുകൾ സത്യമായി ഭവിച്ചു. മധുരാ നഗരം കത്തിയെരിഞ്ഞു. അത് കഴിഞ്ഞ് കണ്ണകി എത്തിയത് ആറ്റുകാലിലത്രേ. ദേവിയെ ശാന്തയാക്കുവാൻ സ്ത്രീകൾ പൊങ്കാല ആ സമയം സമർപ്പിച്ചുവെന്നാണ് ഐതിഹ്യം. മറ്റൊരു കഥ മുല്ലുവീട് എന്ന തറവാട്ടിലെ കാരണവർക്ക് ഭഗവതി ബാലികാരൂപത്തിൽ ദർശനം നൽകിയതാണ്. ഒരു വൈകുന്നേരം കിള്ളിയാറ്റിൽ സാന്ധ്യപൂജകൾ ചെയ്യവേ ഒരു ബാലിക 6 കടക്കാൻ സഹായം അഭ്യർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. തേജസ്വിനിയായ ആ കുഞ്ഞിനെ അദ്ദേഹം അക്കരയ്ക്കെത്തിച്ചു. ആ കുഞ്ഞിനെ അദ്ദേഹം ഭക്ഷണം കഴിക്കുവാനായി വീട്ടിലേക്ക് ക്ഷണിച്ചുവെങ്കിലും പകുതി വഴി താണ്ടിയപ്പോൾ അവൾ അപ്രത്യക്ഷയായി. അന്ന് രാത്രി കാരണവരുടെ സ്വപ്നത്തിൽ ദേവി എത്തി ബാലികാരൂപത്തിലെത്തിയത് താനാണെന്നും താൻ മറഞ്ഞ വഴിയിൽ 3 വരകൾ അടയാളമായി നൽകിയിരിക്കുന്നിടത്ത് തനിക്കായി ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും അറിയിച്ചത്രേ. പിറ്റേന്ന് പ്രഭാതത്തിൽ സ്വപ്നത്തിൽ ലഭിച്ച അരുൾവാക്കിലെ അടയാളം തെരഞ്ഞെത്തിയ കാരണവർ അത് കണ്ടെത്തുകയും വൈകാതെ അവിടെ ഒരു ദേവീക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു. അതാണ് ആറ്റുകാൽ ക്ഷേത്രം. വർഷങ്ങൾ കഴിഞ്ഞ് ക്ഷേത്രം പുതുക്കി പണിയുകയും ദാരികവധത്തിന് ശേഷം ശാന്തരൂപിണിയായി വേതാളത്തിന് പുറത്തിരിക്കുന്ന ചതുർബാഹുവായ ശ്രീ ഭദ്രകാളി പ്രതിഷ്ഠ അവിടെ നടത്തുകയും ചെയ്തു. ഇന്ന് ലക്ഷോപലക്ഷം ജനങ്ങളുടെ അഭയ കേന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ. അപ്പോൾ തീർച്ചയായും ഈ ഐതിഹ്യങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുക. വീണ്ടും മറ്റൊരു കഥയുമായി എത്തുന്നതുവരെ ഏവർക്കും നമസ്കാരം.